ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ ഗേസ്, അപ്പോൾ നിഹാര ഇന്ന് ഡാൻസ് സ്കൂളിലേക്ക് പോവേണേ. കുറേ ദിവസത്തെ ഇത് കഴിഞ്ഞ് കുറേ ദിവസം ഒഴിവായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ആ ഡാൻസ് സ്കൂളിലെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വണ്ടി കയറിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കേണ്ട, ഞങ്ങൾ പോണ വഴിക്കുള്ള റോഡാണ്. മഴയൊക്കെ ആയിരുന്നു, അപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളെ വഴി കൂടെ അങ്ങോട്ട് പറവൂരാണ് ഡാൻസ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. മെയിൻ റോഡിൽ കൂടെ അല്ല പോണത്, വേറെ ഒരു സൈഡിൽ റോഡുണ്ട്, അതിൽ കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കാഴ്ചയെ കണ്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് അവിടെ പാലമൊക്കെ അങ്ങോട്ട് ഇത്തറായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഡാൻസ് സ്കൂളിൽ അവിടെ എത്തി. അപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ കുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുകളിലാണ് ഡാൻസ് സ്കൂള്. അപ്പോൾ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകണം. സ്റ്റെപ്പൊക്കെ കയറി പോവുകയാണ്, ചിരിച്ചൊക്കെ പോവുകയാണ്. കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുക്കപ്പൻ ഡാൻസിന് പോകുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം സുഖമില്ലാത്തതുകൊണ്ട് വിടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് പറയുമോ എന്നുള്ള ഒരു ഡാൻസ് ഒക്കെ ചെയ്യണേക്കാൾ മുമ്പ് ആദ്യം തന്നെ വാമപ്പ് ചെയ്യിപ്പിക്കോട്ടാ, ഇങ്ങനെ തുള്ളി ചാടിയിട്ടൊക്കെ. അപ്പൊ നമുക്കൊരു വാമപ്പ് കിട്ടും. പോലെ കുക്കപ്പനപ്പ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറ് കാട്ടി കൊടുത്തോണ്ടിരിക്കേണ്ട എക്സസൈസ് ഒക്കെ ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടെ ഡാൻസൊക്കെ കളിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡാൻസ് എക്സസൈസ് ചെയ്താൽ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു വാമപ്പൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അവർ ആദ്യം തന്നെ വരുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരെയും കൊണ്ടും ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിപ്പിക്കുള്ളൂ. കുറേ നേരം എക്സസൈസ് ചെയ്യിപ്പിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് നേരമാണ് ഡാൻസ് ചെയ്യിപ്പിക്കുള്ളൂ. ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അവർക്ക് കറക്റ്റായിട്ട് ഈ ഡാൻസ് കളിപ്പിക്കുള്ളൂ. അപ്പോൾ എക്സസൈസ് കണ്ടില്ലേ, കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ പിള്ളേരും നല്ല കറക്റ്റായിട്ട് സാറ് പറയുന്നുണ്ട് കാര്യങ്ങൾ ചെയ്ത് ചെയ്യണം കേട്ടോ. എല്ലാവരും നല്ലോണം അതേ കൂട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 50 പ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്നുണ്ട്. കറക്റ്റായിട്ട് അതിന് അങ്ങനെ തന്നെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്ന് അടുത്ത വീഡിയോയിൽ കാണാം.